കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വാക്യം ഇപ്രകാരം പറയുന്നു: യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടോ? ഹല്ലേലൂയ. ആരിലാണ് യോസഫ് ആശ്രയം വെച്ചത്? ഇസ്രായേലിൻ്റെ പാറയായ, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ, സകലത്തെ ഉളവാക്കിയ, സകലത്തിൻ്റെ അധിപതിയായ, സർവശക്തനായ ദൈവത്തിൽ, ഹല്ലേലൂയ, യോസഫ്, ഹല്ലേലൂയ, തൻ്റെ മുഴുവൻ ആശ്രയവും എനിക്ക് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ ആശ്രയം വേണമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ആശ്രയം യോസഫ് കടന്നുപോയ വഴികളൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു കഥ പോലെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കത് എളുപ്പത്തിൽ പറയുവാനായിട്ട് കഴിയും. പക്ഷേ യോസഫിനോട് ചോദിച്ചറിയാം ആ സാഹചര്യങ്ങളൊക്കെ യോസഫ് എങ്ങനെ തരണം ചെയ്തു. ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് യോസഫ് കടന്നുപോയ വഴികൾ. പൊട്ടക്കിണറ്റിൽ വീഴുന്നു, പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോകുന്നു, അടിമ ചന്തയിൽ വിൽക്കുന്നു, അല്ലേ? ഒന്നാലോചിച്ചൊക്കെ നമുക്ക് ചില വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ ചിലത് കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ദൈവത്തോടങ്ങ് പരാതി പറയും. ഞാൻ പ്രാർത്ഥിക്കാറില്ലേ? എന്തുകൊണ്ടാണ് എന്നോട് ഇത് ചെയ്തത്? ഞാൻ കുറച്ചേറെ പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് എന്നോട്? നമ്മളൊന്നും വിശ്വസ്തരല്ല ദൈവസന്നിധി. എന്നാലും നമ്മൾ ദൈവത്തോടൊക്കെ അങ്ങ് വാദിച്ച് പലപ്പോഴും നമ്മളങ്ങ് നീതിമാനെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സ്ഥാപിക്കാറുണ്ട്, അല്ലേ? ഇന്ന് പൽക്കാലം എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ യോസഫിനെ ഒന്ന് നോക്കാമോ? യോസഫ് കടന്നുപോയ വഴികളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. ന്യായപ്രമാണം പോലും ലഭിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് പോത്തിഫറിൻ്റെ ഭാര്യ തന്നോട് പാപം ചെയ്യുവാൻ വരുമ്പോൾ അവിടെ വരെ, ഹല്ലേലൂയ, അവിടെ പോലും ഒരു പാപം ചെയ്യാതെ മനുഷ്യൻ ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറങ്ങി ഓടുന്നൊരവസ്ഥ, അല്ലേ? ഹല്ലേലൂയ. അത്രയ്ക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായി നിന്ന ഒരു മനുഷ്യനാണ് യോസഫ്, ഒരു ദൈവപുരുഷനാണ്. അതുകൊണ്ട് എന്താ, ദൈവം അവനെ മാനിച്ചുയർത്തി ഫറവോന് മന്ത്രിയാക്കി. അവനെ ആരാണോ നിന്ദിച്ചത് ആ സഹോദരങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ വന്ന് ഭക്ഷണം ചോദിപ്പാനായിട്ടിടയായി. അവൻ്റെ ഉൾപ്പെടെ അവൻ്റെ അടുക്കൽ വരുവാനായിട്ടിടയായി, അല്ലേ? അത് എങ്ങനെ സംഭവിച്ചു? ദൈവത്തിൽ, അവൻ്റെ ആശ്രയം ദൈവത്തിലായതുകൊണ്ടാണ്, ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ടാണ് അവൻ ഫലപ്രദമായൊരു വൃക്ഷമായി തീർന്നത്. അവനെ പലരും വിഷമിപ്പിച്ചു, പലരും ഇല്ലായ്മ ചെയ്യാൻ നോക്കി, എന്നാൽ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പൽക്കാലം എനിക്ക് പറയുവാനുള്ള, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്ക്. നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, നിങ്ങളെ ദൈവം